ബിഗ് ബോസ് സീസൺ 7 അപ്ഡേഷനാണ്. ഇപ്പോൾ ലൈവിൽ ബി ഹോട്ടൽ ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് എല്ലാ സീസണിലും ഉണ്ടാകുന്ന ഒരു 50 ഡേയ്സ് ഒക്കെ ആകുമ്പോൾ കൊടുക്കുന്ന ടാസ്ക്കാണ്. ഇവിടുന്ന് തൊട്ടിട്ടായിരിക്കും കണ്ടസ്റ്റൻറ്റിൻ്റെ ക്യാരക്ടേഴ്സും ഗെയിമും ഒക്കെ മാറുന്നത്. ഈ ടാസ്കിൽ മാനേജറായിട്ട് ഓണറായത് അനുമോളാണ്, മാനേജറായിട്ട് ലക്ഷ്മിയാണ്, ഹോട്ടൽ ഓണറിൻ്റെ തലതെറിച്ച ദൂർത്തടിക്കാരിയായ മകളായിട്ട് ആദിലയാണ്, ആദിലയുടെ ഫ്രണ്ടായിട്ട് ആര്യനാണ്. ഇവരിൽ നിന്നാണ് ഒരാളെ അടുത്ത തവണത്തെ ക്യാപ്റ്റനായിട്ട് നിയമിക്കാമെന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറേ സ്റ്റാർസ് കൊടുക്കാം. അതായത് ഓണർക്ക് 10 സ്റ്റാർ വീതം അവിടെയുള്ള ഹോട്ടൽ സ്റ്റാഫിന് കൊടുക്കാം. അത് കൂടുതൽ കിട്ടുന്നവർക്ക് ഇമ്മ്യൂണിറ്റി പവേഴ്സൊക്കെ കിട്ടും എന്ന് പറയുന്നുണ്ട്. സെക്യൂരിറ്റി ആയിട്ട് ജിസേലിനെയും പ്രതിമയായിട്ട് സാബുമാനിയാണ് നിയമിച്ചത്. സ്റ്റാച്യുവിൽ നിൽക്കേണ്ട ആളാണെന്നും വാഴയാണെന്നും ബിഗ് ബോസിന് തോന്നിയിരിക്കും. എനിക്ക് തോന്നുന്നു സാബുമാന് പോകാൻ ടൈം ആയിട്ടുണ്ടായിരിക്കാം, അതുകൊണ്ടായിരിക്കും. പിന്നെ ഷാനവാസിനും അനീഷുമാണ് അവിടുത്തെ റൂം അസിസ്റ്റൻസ് ആയിട്ട് നിയമിച്ചിരിക്കുന്നത്. പിന്നെ അവിടെ അവർക്കൊക്കെ കൂടുതൽ പേർക്ക് കോയിൻസ് ചോദിച്ച് വാങ്ങിയെടുക്കാം എന്ന് പറയുന്നുണ്ട് ബിഗ് ബോസ്. അവിടെ അതിഥികളായിട്ട് വരുന്നത് കഴിഞ്ഞ സീസണുകളിലൊക്കെ ഫസ്റ്റ് സീസണിലൊക്കെ ഉണ്ടായിരുന്ന ഷിയാസും ശോഭയുമാണ്. ശോഭ വന്ന ഉടനെ തന്നെ ലക്ഷ്മിയെ ഒന്ന് വരുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് കുളിച്ചിട്ട് വരൂ, മനസ്സും ശരീരമൊക്കെ ഒന്ന് ശുദ്ധമാവട്ടെ എന്ന് പറയുന്നു. ഹോട്ടൽ ടാസ്ക് ഇനി എങ്ങനെയായിരിക്കും, ഗസ്റ്റ് സൂപ്പറാവോ അല്ലെങ്കിൽ അവിടുത്തെ കണ്ടസ്റ്റൻറ്റ് ഗസ്റ്റിനെ ഇട്ടിട്ട് വട്ടം കറക്കുമോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവരുടെ ഗെയിമൊക്കെ എങ്ങനെയാണെന്ന്. ഇനി നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത്? സൂപ്പറായിരിക്കുമോ അല്ലെങ്കിൽ വീണ്ടും ഇത് അടിച്ചു പിരിഞ്ഞ് പോകുന്ന ടാസ്കിലേക്ക് തന്നെ മാറുമോ? എന്താ നിങ്ങളുടെ അഭിപ്രായം? ഒന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ.